ഹരി ശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. അപ്പൊ കുറെ നാളുകൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും തുടങ്ങുന്നു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം നീണ്ട ഇടവേളയ്ക്ക് ശേഷം തുടങ്ങുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് പേരമ്മയുടെ ചെറുതുള്ള കാലവും മമ്മി ജനിക്കുന്നതിനെ പറ്റിയൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ഇന്ന് അമ്മൂമ്മയുടെ 4th പ്രഗ്നൻസി അത് ഒത്തിരി നാളുണ്ടായിരുന്നു അല്ലേ? ഇവര് തമ്മില് മക്കളെ ഒരു 5 yearsന്റെ ഡിഫറൻസ്. ഗീതപ്പേരമ്മ കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞ 5 വർഷത്തെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 5 വർഷത്തെ ഇതിലാണ് മമ്മിയുണ്ട്. 62 പേരമ്മ, 67 ഇവള് ജ്യോതി. അത്രയും വ്യത്യാസമുണ്ട്. ആ പ്രാവശ്യം ഒത്തിരി സൂക്ഷിച്ചൊക്കെ ചെയ്യണം, ഒത്തിരി ഡോക്ടറുടെ അടുത്ത് ആ പോകണം. സമയമായപ്പോഴേക്കും കുറെ കൂടി ഇമ്മ്യൂണൊക്കെ ആയെന്നു. കാരണം മറ്റൊക്കെ ഇങ്ങനെ മെച്യൂരിറ്റി പ്രിമച്ചർ ആയിട്ടും ഒക്കെ എല്ലാ കുട്ടികളും ഉണ്ടായി. ഈ കുട്ടി എന്ന് പറയുന്നത് ഡോക്ടർ പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞ് 2-3 ദിവസമായിട്ടും ഡെലിവറി നടക്കുന്നില്ല. വീട്ടിൽ തന്നെ നടക്കാത്തപ്പോ ഞാനിങ്ങനെ അപ്പൂപ്പൻ പറയോ ഇതെന്താ ഇത് വളരെ അത്ഭുതമായിട്ടിരിക്കുന്നല്ലോ. അപ്പൊ അങ്ങനെ പറയുമ്പോ അതില് കഥകൾ ഒരുപാട് വരും. അമ്മമ്മയ്ക്ക് ഇതൊക്കെ ഓർക്കുമ്പോ കേട്ടോ. പറഞ്ഞോ അമ്മമ്മ. അമ്പലപ്പുഴ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ സിനിമാ തിയേറ്റർ. അപ്പൊ ഈ പണ്ടത്തെ തിയേറ്റർ ഇതുപോലത്തെ ആധുനിക സൗകര്യങ്ങളൊന്നും ഉള്ളതല്ല. തിയേറ്ററിന്റെ എന്താ പറയാ, ടാച്ച് ചെയ്തിരിക്കുന്ന ഓലയുണ്ടോ, ഓല. അപ്പൊ അവിടെ ആ തിയേറ്ററിന്റെ അകത്തെ ഈ മൈക്കിന്റെ ശബ്ദങ്ങളൊക്കെ ഞങ്ങളുടെ വീട്ടിൽ കേൾക്കാം. ഞങ്ങളുടെ വീട് തൊട്ടടുത്ത. അപ്പൊ പാട്ടൊക്കെ ഉച്ചയ്ക്ക് 3 മണിയാകുമ്പോഴത്തേക്ക് തുടങ്ങും സിനിമ സ്റ്റാർട്ടിങ്. അപ്പൊ തൊട്ട് 3 ഷോ, മാറ്റിനി, ഫസ്റ്റ് ഷോ, സെക്കൻഡ് ഷോ, 3 ഷോ. ഈ 3 ഷോയിലെ പാട്ടുകള്, ഡയലോഗ് എല്ലാം ഞങ്ങൾ വീട്ടിൽ ഇരുന്ന് കേൾക്കുകയും മനസ്സിലാക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യത് കേട്ടിട്ട്. അങ്ങനെ ആ സമയത്ത് ഉണ്ടായിരുന്നൊരു സിനിമയാണ് തറവാട്ടമ്മ. അത് ഇതിന്റെ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് പറയുന്നതാണ്, കാരണം അനുഭവം. തറവാട്ടമ്മ എന്നുള്ള സിനിമയില് ഇപ്പൊ ഉച്ചയ്ക്ക് 3 മണിക്ക് തൊട്ട് സിനിമ തുടങ്ങുമ്പോ അകത്ത് സിനിമ നടക്കുന്നതിന്റെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ചെവിയിൽ ഇങ്ങനെ ഉണ്ട്. അപ്പൊ ആ സിനിമയില് ഒരു പാട്ടുണ്ടായിരുന്നു, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ എന്ത്? കന്നിയിൽ പിറന്നാലും കാർത്തിക നാളായാലും കണ്ണിന് കണ്ണായി തന്നെ ഞാൻ വളർത്തും. അത് തോന്നുന്നു ആക്ടർ ഇപ്പൊ നല്ല ഓർമ്മ വരുന്നില്ല, സത്യനാണെന്ന് തോന്നുന്നു, സത്യൻ. അതിങ്ങനെ പിന്നെ കുഞ്ഞിനെ ഉണ്ടാകുന്നത് ആ കുഞ്ഞിനെ പിന്നെ വളരെ ലാളിച്ച് വളർത്തുന്നതായിട്ടുള്ളൊരു പാട്ടാണ്. ആ പാട്ട് കേൾക്കുമ്പോഴാണ് എനിക്ക് ലേബർ പെയിൻ തുടങ്ങി. അത് രാത്രിയില് സെക്കൻഡ് ഷോ മറ്റുള്ള ശബ്ദങ്ങളൊന്നും ഇല്ലല്ലോ, എല്ലാരും ഉറക്കത്തിലും നിശബ്ദതയിലും ഒക്കെ ആയിരിക്കും. കുറെ കൂടി കാര്യമായിട്ട് ഇത് കേൾക്കാം. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ വയറിനകത്ത് ഇങ്ങനെ ഒരു പടപടാന്നൊരു ശബ്ദം. വീട്ടിലല്ലേ, ഹോസ്പിറ്റലൊന്നും അല്ലല്ലോ. അപ്പൊ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, എനിക്ക് എന്തോ വല്ലായിക തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പം വീട്ടിലെ ഒരുപാട് അംഗങ്ങളുണ്ട് ആ വീട്ടിൽ. മുതിർന്നവരൊക്കെ അമ്മ ചെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അന്നൊക്കെ മക്കളെ ഉടനെ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ആലപ്പുഴ ഹോസ്പിറ്റലിൽ പോകണം. ആലപ്പുഴ പോകണമെങ്കിൽ ടാക്സിക്കാരൊക്കെ പിടിച്ച് നോക്കട്ടെ ഇന്ന് എങ്ങനെയാ എൻ്റെ ഡെവലപ്മെന്റ് നോക്കട്ടെ എന്ന് നേരം വെളുക്കാറാകുമ്പോഴത്തേക്കൊക്കെ ആലപ്പുഴ പോകണമെങ്കിൽ പോവാം. അതുവരെയുള്ള എങ്ങനെ ഇരിക്കുന്നു നോക്കട്ടെ. അവിടെ അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് ഗവൺമെന്റിന്റെ മിഡ് വൈഫ് എന്ന് പറഞ്ഞൊരു സമ്പ്രദായം, അവര് താമസിക്കുന്നിടത്ത് പോയി അവരെ വിളിച്ചോണ്ട് വന്നു. അവരും നമ്മുടെ വീട്ടിൽ വന്നിരിപ്പുണ്ട്. നേരം വെളുത്തു, വലിയ പ്രത്യേകതയൊന്നും പ്രത്യേകിച്ച് കാണുന്നില്ല, ചെറിയ ചെറിയ പെയിനായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഹോസ്പിറ്റലിൽ പോകണം, അതിനുള്ളതൊന്നും കാണുന്നില്ല. എന്നാൽ പെട്ടെന്നുള്ളൊന്നും വരുന്നുമില്ല. അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഈ മിഡ് വൈഫ് പറഞ്ഞു, അയ്യോ എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഡോക്ടറെ ഇവിടെ വരുത്തണം, അല്ലെങ്കിൽ പേഷ്യന്റിനെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ ഇനി എന്താ ചെയ്യണ്ടേ എന്ന് പെട്ടെന്ന് ടാക്സി വിളിക്കാനായിട്ട് പേരപ്പൻ ഉടനെ ടാക്സി വിളിക്കാൻ പോകുന്നു. എൻ്റെ അച്ഛന് എന്നെ
അറ്റൻഡ് ചെയ്യുന്ന ഒരു ഡോക്ടറുണ്ട്, പ്രായമായ ആളാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റില് പിന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അയ്യോ എന്നാ നമുക്ക് കൈമൾ എന്ന് അദ്ദേഹത്തിന്റെ പേര്, കൈമൾ ഡോക്ടറെ വിളിക്കാം. അപ്പൊ ഇവർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് കൈമൾ ഡോക്ടർ. ഈ കൈമൾ ഡോക്ടർ എന്ന് പറയുന്ന ആളും നമ്മുടെ അച്ഛയുടെ റിലേറ്റീവ്. ഇവരെല്ലാരും കൈമളുമാരാണല്ലോ. അങ്ങനെ പറഞ്ഞ അച്ഛനോട് പോയി ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്ന് ഡോക്ടറെ അവിടെ വന്നിരുന്നു. ടാക്സിക്ക് പോയ ആള് ടാക്സി ഏർപ്പാട് ചെയ്ത് റോഡിൽ വന്ന് ഞങ്ങളുടെ വീട് ഇന്ന് നമ്മ കണ്ടോ ഞങ്ങളുടെ വീട് നോക്കുന്നില്ല. ആ വഴി അന്നില്ല, വേറൊരു വഴിയായിരുന്നു. ഞങ്ങൾ അത്ര സ്ഥലം വാങ്ങിച്ച് കാറും മുറ്റത്ത് വരത്തക്കവണ്ണം ഉണ്ടാക്കിയെടുത്തത് പിന്നീട്. അപ്പം കൊണ്ടുപോകണമെങ്കിലും പിന്നെ കട്ടിലയിലോ അല്ലെങ്കിൽ കസേരയിലോ കിടത്തി വേണം കൊണ്ടുപോകാൻ. അതിനൊക്കെയുള്ള സംരംഭം ആയപ്പോഴത്തേക്കും പെട്ടെന്ന് ആരും ഡോക്ടറും വേണ്ട, ആരും വേണ്ട, ഈ നേഴ്സ് മാത്രം. നേഴ്സ് അയ്യോ ദാ കുട്ടി എത്തി, പെൺകുട്ടിയാന്ന് പറഞ്ഞു അമ്മയുടെ കിലയ്ക്ക് എടുത്ത് കൊടുത്തു. അത്രയും സമയത്തെ ഒരു വിഷമങ്ങളെ ഉണ്ടായുള്ളൂ, കൊണ്ടുപോകേണ്ടി എന്ന്. അങ്ങനെ തറവാട്ടമ്മ എന്നുള്ള സിനിമ കണ്ടും കേട്ടു, കാണാനും പോയി നേരത്തെ അടുത്തല്ലോ. എങ്ങനെയാണെന്നറിയാം, നമ്മള് സിനിമ കാണാൻ പോകുന്നത് സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് നാമം ജപിച്ച് കഴിയുമ്പോ തോന്നും സിനിമയ്ക്ക് പോകാം. ഉടനെ അവർക്ക് കുട്ടികളെല്ലാരും കൂടി, കുട്ടികളെന്ന് പറഞ്ഞാൽ ഞാൻ വലുതാ, രാജൻ, ശ്രീദേവി അവരൊക്കെ ഉണ്ടല്ലോ, എല്ലാരും കൂടി വേഗം വീട്ടിൽ ഇരിക്കുന്ന ഡ്രസ്സ് ഒന്ന് മാറിയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഓടിച്ചെന്നു. അന്ന് മക്കളെ ഇന്റർവെൽ അല്ലേ, ഇടയ്ക്കൊക്കെ 2-3 റീലുകളായിട്ട്. അപ്പൊ ഇന്റർവെല്ലിന് മുമ്പ് തന്നെ ഒരു 3 റീല് കാണും, ഇന്റർവെൽ കഴിഞ്ഞിട്ട് ഒരു 3 6 റീലാ ഒരു സിനിമ, ഒരു പിക്ചർ തീരുന്നത്. അപ്പൊ 2 റീല് കഴിയുമ്പോഴൊക്കെ വീട്ടിൽ വരും. വീട്ടിൽ വെള്ളമൊക്കെ കുടിച്ച് വാഷ്റൂമിലൊക്കെ ഒന്ന് പോയിട്ട് പിന്നെ തിരിച്ചു. അത്ര അടുത്താ തിയേറ്റർ. എന്തായിരുന്നു തിയേറ്ററിന്റെ പേര്? ശ്രീകൃഷ്ണ, അമ്പലപ്പുഴ കൃഷ്ണനല്ലേ, കൃഷ്ണ തിയേറ്റർ എന്നായിരുന്നു ഇതിന്റെ പേര്. ഇപ്പോഴും കൃഷ്ണ തിയേറ്റർ ഉണ്ട്, ആ സ്ഥലത്തല്ല, അവിടുന്ന് അതിന്റെ ഓണർ അത് മാറ്റി. അപ്പൊ അത് കുറച്ചുകൂടി ദൂരെയായിട്ട് മാറി. ഇപ്പൊ അങ്ങനെയൊന്നും കേൾക്കുന്നു, തിയേറ്ററൊക്കെ ഉണ്ട് ഇപ്പോഴും, കൃഷ്ണ തന്നെയായിട്ട്. അത് ഇത്തിരി കൂടി ഇത് കേൾക്കുമ്പോഴൊക്കെ ഇനി അടുത്തത് എസ് പി പിള്ള വരും, അല്ലെങ്കിൽ അടൂർ പാസി ഇങ്ങനെ പറയും, ഇത് കേട്ടോണ്ടിരിക്കും. അങ്ങനെ കന്നി പിറന്നാലും കാർത്തിക നാളായാലും കണ്ണിന് കണ്ണായി തന്നെ ഞാൻ വളർത്തുന്നുള്ള പാട്ട് അനുഭവത്തിൽ ശരിയായിട്ട് വന്നത് എനിക്ക്. കാർത്തിക നാള്, കന്നി മാസം എല്ലാം അതുപോലെ തന്നെ. അതാണ് മമ്മിയുടെ ജനനം. ആ പാട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് മമ്മി വരുന്നത്. പിന്നെ അവിടെ 40 ദിവസം ഇതുള്ളത് കഴിഞ്ഞിട്ട് 41 ദിവസം ഡ്യൂട്ടി ജോയിൻ ചെയ്യണം സ്കൂളിൽ. അത് കുറെ കൂടുതൽ ദിവസങ്ങൾ അതിന് മുമ്പേ എടുത്തു. അപ്പൊ പിന്നെ 41 ദിവസം അമ്പലപ്പുഴ അമ്പലത്തിൽ പോയി തൊഴുതിട്ട്, അപ്പൊ തന്നെ അല്ല 40 ദിവസം പോയി തൊഴുതിട്ട് അന്ന് കോടിയർച്ചന നടക്കുക അമ്പലപ്പുഴ അമ്പലത്തില്. അപ്പൊ അത് തൊഴാതെ പോകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് 40 ദിവസം കാത്തു നിന്നു. 40 ദിവസം കഴിയാതെ നമ്മൾ അമ്പലത്തിൽ പോകില്ല, ഡെലിവറി കഴിഞ്ഞിട്ട്. അപ്പൊ അമ്പലത്തിൽ പോയി അന്ന് തന്നെ ആലപ്പുഴ പോയി, പിറ്റേ ദിവസം തൊട്ട് സ്കൂളിലും വന്നു. അപ്പൊ പേരമ്മ സ്കൂളിൽ പോവായിരുന്നോ? പേരമ്മ അന്ന് 2nd സ്റ്റാൻഡേർഡിലാ ചേർത്ത്. ഈ ഡെലിവറി കാരണം അമ്പലപ്പുഴ ആയിരുന്നില്ലേ പകുതി. സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ആയി തിരിച്ചു വന്നപ്പോഴേ. അതുകൊണ്ട് ആ വർഷം ചേർക്കാൻ പറ്റത്തില്ലല്ലോ, നെക്സ്റ്റ് ഇയർ. മമ്മി ഇങ്ങനെ കൊച്ചൊരു കുസൃതി എന്ന് പറഞ്ഞാൽ ആരോടും വഴക്കിനൊന്നും പോകത്തില്ല, ശല്യങ്ങളൊന്നും ഇല്ല, ഇങ്ങനെ ഒതുങ്ങി കളിക്കുക, തന്നെത്താൻ മാറിയിരുന്ന് കളിക്കുക, തനിയെ ഓരോ കളികളൊക്കെ ഇമാജിൻ ചെയ്തിട്ട് തന്നെ പറഞ്ഞു കളിക്കുക, ഉറുമ്പിനെയൊക്കെ പിടിച്ചിട്ട് അതിനോട് സംസാരിക്കുക, ഇങ്ങനത്തെ കളികളായിരുന്നു മമ്മിയുടെ കാര്യം. ആരോടും ഒന്നിനും ഇല്ല, എല്ലാത്തിനും വളരെ സമാധാനപ്രിയായിരുന്നു. പേരമ്മക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ ആണെങ്കിൽ അവള് ചെയ്യത്തില്ല. മമ്മിക്ക് പിന്നെ അങ്ങനെ ഇഷ്ടമില്ലായിക എന്ന് നമ്മൾ ശരിക്കും കണ്ടിട്ടില്ല, ബഹളമൊന്നും. പക്ഷെ അവളെ ആയപ്പോഴത്തേക്ക് നോക്കാൻ ആളോ, എൻ്റെ അമ്മയ്ക്ക് വന്ന് നിൽക്കാൻ പറ്റിയില്ല. അപ്പം സ്ഥിരമായിട്ട് നോക്കാനായിട്ടൊരു സ്ത്രീ, അവരെ 2-3 വർഷം അവരുടെ സ്ഥിരമായിട്ട് അവിടെ ഉണ്ടായിരുന്നു, ഇവിടെ നോക്കാൻ. ഇവളെ 2nd സ്റ്റാൻഡേർഡിലെ ചേർത്തുള്ളൂ. കാരണം എന്താ വെച്ചാൽ 1st സ്റ്റാൻഡേർഡിലെ എല്ലാം പഠിച്ചു കഴിഞ്ഞു 5 വയസ്സാകുമ്പോഴത്തേക്ക്. ഇപ്പം ഇനി എന്തോന്നാ 1st സ്റ്റാൻഡേർഡിൽ പഠിപ്പിക്കാതെ 2nd സ്റ്റാൻഡേർഡ്. അന്ന് അങ്ങനെ ചേർക്കാനുള്ള പെർമിഷൻ കിട്ടുക.
ഉള്ള പ്രായം തന്നെ പറഞ്ഞിട്ട്. പക്ഷെ ഉള്ള പ്രായം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ലിമിറ്റ് ഉണ്ടായിരുന്നു, ഏജ് ലിമിറ്റ്. ഗീത ചേർക്കുന്ന സമയത്ത് ജൂലൈയില് 5 വയസ്സ് തികയണം, അങ്ങനെയായിരുന്നു. പക്ഷെ പിന്നെ അത് ഈ മെയ്യിൽ തന്നെ, ജൂണിൽ തന്നെ 5 വയസ്സ് തികഞ്ഞിരിക്കണം എന്നുണ്ട്. അപ്പൊ രണ്ടുപേരുടെയും ഒറിജിനൽ ഡേറ്റ് ഓഫ് ബർത്ത് അല്ല. ഗീതയുടെ ശരിക്കും പറയാണ് 7/9 സെപ്റ്റംബർ. ആ സെപ്റ്റംബർ എന്നുള്ള ജൂലൈ ആക്കി. അപ്പൊ 7/7/62 അവളുടെ. അനിയുടെ വന്നപ്പോഴത്തേക്കും പഴയ പോലെ തന്നെ ജൂണിലാണ് തികയേണ്ടത്. അപ്പം ആ സമയത്തെ കുട്ടികളെയൊക്കെ ഇങ്ങനെ കൂട്ടിയും കുറച്ചും ചേർക്കുമ്പോൾ മെയ് മാസ സന്തതികളായിരുന്നു ആ സമയത്തെ കുട്ടികളുടെ ജനനം. ഒത്തിരി പേര് മെയ് മാസത്തിലാണ് ജനിച്ചത്. ഇവളെ മെയ് 24 എന്ന് പറഞ്ഞിരിക്കുന്നത്. സെപ്റ്റംബർ 24 ശരിയായിട്ട്. അത്രയും മാസങ്ങൾ കൂട്ടിച്ചേർത്തു, അത്രയും നേരത്തെ ജനിച്ചതാണ്. പിന്നെ ഇയർ നഷ്ടപ്പെടാതെയൊക്കെ പോയത് എന്താന്ന് വെച്ചാൽ, കൂട്ടിച്ചേർത്താലും നമ്മൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിലല്ലേ ചേർത്തെ, ക്ലാസ്സുകൾ വെച്ച് നോക്കുമ്പോൾ ഇയർ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ.